എത്തിക്കഴിഞ്ഞു. എൻ്റെ ഈ അക്കൗണ്ടാണെങ്കിലേ കൂട്ടുകാരെ, അക്കൗണ്ട് വല്ലാതെ അങ്ങ് റീച്ച് പോയി. കാരണം എന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നെ എൻ്റെ മകൻ്റെയും ജീവിതം തകർക്കാനായിട്ട് കുറച്ച് ആൾക്കാരിങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അപ്പം അവരുടെ പാവം കണ്ടു കഴിഞ്ഞാൽ തോന്നും ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ജീവിക്കുകയെന്ന്. ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കോമ്പൗണ്ടിനകത്ത് ജീവിക്കുന്നതിനാണ് അവർക്ക് ഇത്രയും വാശിയും നശിപ്പിക്കണമെന്നുള്ള ഒറ്റ ധാരണയും. എൻ്റെ വീഡിയോ ആയാലും എന്നിലുള്ള സർവ്വതും നശിപ്പിക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡിസ്റ്റർബൻസാണ് അവർ. ഡിസ്റ്റർബൻസ് എന്നല്ല പറയേണ്ടത്, ഒരു അവസ്ഥയെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കൂട്ടുകാരെ. അതുകൊണ്ട് ഞാൻ എന്താ വേണമെന്ന് പറഞ്ഞാൽ, ഇവരെന്ത് നമ്മളെ അഴുക്ക് വാരി എറിഞ്ഞ് നശിപ്പിക്കാൻ നോക്കിയാലും ആളുകളുടെ മുൻപിൽ നമ്മുടെ അക്കൗണ്ടിനെ റിജക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മളെ പോരായ്മ വരുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തളരത്തില്ല, ദൈവവും തളരത്തില്ല, എന്നിൽ കുടികൊള്ളുന്ന ദൈവവും തളരത്തില്ല. അതുകൊണ്ട് ഞാൻ പല അക്കൗണ്ടുകളായിട്ട് തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ വീഡിയോയും റീച്ചും എനിക്ക് കിട്ടുന്നില്ല. ഇതിനെയും ഞാൻ റീച്ചിലേക്ക് എത്തിക്കും. ഇവരെന്താ കരുതിയത്? ഇവരൊന്ന് ചെളിവാരി എറിയുമ്പോഴത്തേക്കും ആളുകളുടെ മുൻപിൽ എന്നെ ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഞാൻ തളരുമെന്നോ? ഒരിക്കലുമില്ല. പക്ഷേ എൻ്റെ മകന് വേണ്ടി ഞാൻ ധീരമായി പോരാടിയേ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ശക്തമായി മെസ്സേജുകളും കമൻറ്റുകളും ഇട്ടപ്പോൾ ജനങ്ങൾ എന്താണ് കരുതുന്നത്? ഞാൻ ഭയങ്കര വാശിയുള്ളവളാണെന്ന്. ഒരിക്കലുമില്ല. ഞാൻ വളരെ സാധാ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നൊരു സ്ത്രീയാണ്. അത് അവർക്ക് തന്നെ അറിയാവുന്നവരാണ് ഈ ക്രൂശിക്കുന്നത്, മനസ്സിലായോ? അപ്പം ഞാൻ ഈ ശത്രുജനങ്ങളുടെ കൂടെ നിന്നിട്ട് ഞാൻ വീഡിയോയ്ക്ക് മുമ്പിൽ വരാത്തത് വേറൊന്നുമില്ല. ലൊക്കേഷൻ ഒരു ചേഞ്ച് വരുത്തിയാലേ എനിക്ക് വീഡിയോയുടെ മുമ്പിൽ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒളിഞ്ഞിരിക്കുന്നതൊന്നുമല്ല. ഞാൻ പുറത്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടല്ല. അപ്പം ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ, ഞാൻ അടുത്ത വീഡിയോകളൊക്കെ ഞാൻ വേറെ അക്കൗണ്ടുകളിലായിട്ട് തുടങ്ങി പോകാൻ പോവുകയാണ്. ഞാൻ ഒരിക്കലും ഇവർ എന്ത് ചെയ്തു, എൻ്റെ വീടടിച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ എന്നെ ചെളിവാരി തേച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ ഞാനൊരിക്കലും അങ്ങ് അടിയിൽ പോകാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? എൻ്റെ കുഞ്ഞും ഞാനുമായിട്ട് തകർന്നു പോവുക. എൻ്റെ കുഞ്ഞിനെ വളർത്തേണ്ട ഒരു തള്ളയാണ് ഞാൻ. എന്നെ തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം. അപ്പം എന്ന് കരുതി ദൈവം എന്നെ അങ്ങ് താഴേക്കടയിൽ, ഒത്തിരി ടെൻഷൻ ഇവരെ പ്രതി ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്ന് കരുതിയാലും ദൈവം എന്നെ തളർത്തത്തില്ല. അവർ തളരും, അത് ഉറപ്പായ കാര്യമാണ്. ഒരു സ്ത്രീയെയും ഒരു കുഞ്ഞിനെ കണ്ണീര് ഉടിപ്പിച്ചിട്ട് ആരും ജീവിക്കാൻ പോകുന്നില്ല ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് ഞാൻ എന്ത് വേണമെന്ന് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിനെ വളർത്തുന്ന തള്ള അങ്ങ് അതമ്പതിച്ചങ്ങ് കിടന്നു പോകും. എൻ്റെ മോനെ ഞാൻ വളർത്തണ്ടേ? അതിനുവേണ്ടി ഇവറ്റകളുടെ ശാപത്തിന്, ശാപമല്ല, ഇവറ്റകളുടെ വിഴുപ്പിന് ഞാൻ കൂട്ടു നിൽക്കണം. എൻ്റെ മകന് വേണ്ടി ഞാൻ സ്ട്രെങ്തൻ ആകണമായിരുന്നു. അതാണ് ഞാൻ ആയത്, മനസ്സിലായോ? വീഡിയോയുടെ മുമ്പിൽ വരാത്തത് കൊണ്ടാണ് റീച്ച് പോകുന്നതും പോയതും. അത് സാരമില്ല. എനിക്കിപ്പം എല്ലാവരുടെയും റീച്ച് എനിക്ക് വേണ്ടമേ, എല്ലാവരുടെയും ലൈക്ക് എനിക്ക് വേണമേ എന്നും പറഞ്ഞുമല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ പോസിറ്റിവിറ്റിയിലാണ് നീങ്ങുന്നത്. നെഗറ്റീവിന് ഞാൻ നല്ല രീതിയിൽ ശക്തമായി 2 വർഷമാണ് ഞാൻ പോരാടിയത് ഇവർക്ക് വേണ്ടി. ഇവരെന്നെ അഴുക്കുവാരി തേക്കാൻ തുടങ്ങിയിട്ട് ആ 2 വർഷത്തിൽ ഞാൻ ഇനിയെങ്കിലും നിയമപരമായി നീങ്ങില്ലെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരുന്നുകൊണ്ട് കാര്യമല്ലോ ഉണ്ടോ? ഞാൻ അങ്ങനെ തന്നെ നീങ്ങുന്നുമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഓരോ വിള്ളലുകൾ അവർ വരുത്തുണ്ടെങ്കിൽ ഇവരെ കുടുംബം തന്നെ ശിഥിലമാകുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണാവേ.